അല്പദിവസം ധ്യാനത്തിനായിട്ട് 1 ശമൂവേൽ 13-ാം അധ്യായം 13-15 അധ്യായങ്ങൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. थोड़ा समय वचन का मनन के लिए 1 शमूएल 13 अध्याय उसका 13, 14 और 15 पढ़ेंगे. 1 ശമൂവേൽ 13-ന്റെ 8-ാം വാക്യം പ്രാരംഭമായി വായിക്കാൻ ആഗ്രഹിക്കുന്നു. तो 1 शमूएल 13 का 8 पढ़ना चाहता हूँ. ശമൂവേൽ ഈ ഭാഗം പറയുന്നത് രണ്ടുപേരുടെ കാര്യം ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന് ശൗൽ രാജാവിനെ പറ്റിയും ഒന്ന് ദാവീദ് രാജാവിനെ പറ്റിയും ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഭാഗങ്ങളിലൂടെ. और ये भागों के द्वारा मैं 2 व्यक्तियों के बारे में मैं बताना चाहता हूँ. एक है शाऊल राजा और दूसरा है दाऊद राजा के बारे में. ദൈവം ഇസ്രായേൽ ജനം പെറുപുറത്തു, അവർക്ക് രാജാവ് വേണമെന്ന് പറഞ്ഞ് പെറുപുറത്തു. इसराइल के लोगों ने अन्य जाति के समान एक राजा चाहिए बोल के उन लोगों ने कुड़कुड़ाया. ദൈവത്തിന്റെ മനോ ആഗ്രഹം ദൈവം തന്നെ അവർക്ക് രാജാവായിരിക്കണം, അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത രാജാവായിരുന്നു ദാവീദ്. परमेश्वर का आग्रह यही था कि परमेश्वर स्वयं ही उनका राजा बने और उस राजत्व को दर्शाने के लिए प्रभु को ही चुनना चाहिए था. इसके लिए प्रभु का मन का आग्रह का राजा दाऊद था. എന്നാൽ അതിനു മുമ്പായിട്ട് തന്നെ ജനം പെറുപുറക്കുകയും അവർ ശമൂവേലിനോട് ഈ കാര്യം പ്രബോധിപ്പിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിലാണ് ദൈവം ശൗലിനെ രാജാവായി തിരഞ്ഞെടുപ്പാൻ ശമൂവേലിനോട് പറയുന്നത്. परंतु उसके पहले ही परमेश्वर किसी को नियुक्त करे उसके पहले ही लोगों ने कुड़कुड़ाने शुरू किया था और उन लोगों के कुड़कुड़ाने के कारण परमेश्वर ने उनको शाऊल राजा को दिया. ഇവിടെ ശൗലിനെ ദൈവം ശമൂവേൽ മുഖാന്തരം രാജാവായി അഭിഷേകം ചെയ്യുന്നു. यहाँ पर हम देखते हैं कि शाऊल राजा को नियुक्त करने के लिए शमूएल भविष्यवक्ता आता है और वो अभिषेक करता है. ശൗൽ രാജാവ് രാജ്യത്വം ഏറ്റെടുക്കുന്നു. और शाऊल राजा राजत्व को स्वीकारता है. ഫിലിസ്ത്യരെ ജയിച്ച് കീഴടങ്ങുന്നു. ഇങ്ങനെ പല യുദ്ധങ്ങളിൽ ശൗൽ ജയിക്കുന്നുണ്ട്. और अब देखते हैं कि शाऊल राजा बहुत सारे युद्धों को वो करता है और परमेश्वर के नाम पे वो जीतता है. എന്നാൽ ശൗൽ രാജാവ് അവന്റെ രാജ്യത്വം നീക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ച കാര്യം ചെയ്യാതെ യാഗപീഠമായി സംബന്ധിച്ച കാര്യം ശൗൽ തന്നെ ചെയ്യുന്നതായി കാണുന്നുണ്ട്. परंतु हम देखते हैं कि शाऊल राजा परमेश्वर का जो आज्ञा का बातें था उसको वो टाल देता है और परमेश्वर का वेदी के विषय में जो आराधना का विषय में देते समय में वो खुद कुछ बातों को लेकर आकर बलि करने लगता है. ഈ ഭാഗമാണ് 1 ശമൂവേൽ 13-ാം അധ്യായം 8-ാം വാക്യം മുതൽ പറയുന്നത്. वही हम देखते हैं 1 शमूएल 13 का 8 से जब हम पढ़ते समय में അതിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഫിലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും, ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചു പോയി എന്ന് പറഞ്ഞു. तो वहां पर 12 में जब वो वाक्य पढ़ते समय में कहता है कि तब मैंने सोचा कि वो फिलिस्ती गिलगाल तक मुझ पर अभी आ पड़े हैं और मैंने यहोवा को विनती भी नहीं की थी, सो मैंने अपनी इच्छा न रहते भी होम बलि चढ़ाई. ഇവിടെ ഈ പൗരോഹിത്യ ശുശ്രൂഷ ശൗലിനെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. यहाँ पर हम देखते हैं कि जो याजकीय सेवा है वो परमेश्वर ने शाऊल को दिया नहीं था, शाऊल राजा को. ഇവിടെ ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ടായിരുന്നു. 7 ദിവസം നീ ശമൂവേലിന് വേണ്ടി കാത്തിരിക്കണം, 7ാം ദിവസം ശമൂവേൽ വരും, അങ്ങനെ യാഗം കഴിക്കും എന്നുള്ളത്. तो यहाँ पर परमेश्वर ने उसको खास बोला था कि तू 7 दिन इंतजार करना और फिर शमूएल 7वां दिन आएगा और उसके बाद वो शमूएल बलिदान करेगा करके. 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അതാണ് പറയുന്നത്. और वही हम लोग 8वां वाक्य में जब हम पढ़ते समय में वहां पर हम देखते हैं. എന്നാൽ ഈ ഒരു കാര്യം ശൗല് തെറ്റിച്ചു. परंतु ये जो रीति था जो इंतजार करने का विषय में शाऊल राजा ने उसको तोड़ दिया, भ्रम कर दिया. അവൻ സ്വയമായിട്ട് ആ യാഗം കഴിച്ചു. ദൈവത്തിന്റെ യാഗം ശമൂവേൽ കഴിക്കുന്നതിന് പകരം ശൗല് സ്വയമായി ചെയ്തു. और वो जो बलिदान शमूएल करना चाहिए था शाऊल राजा ने खुद बलि करने लगा. എന്നാൽ ശൗൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടും
ഷൗലിന് ഒരു അനുതാപമായിട്ട് അത് വന്നില്ല. और इतना बड़ा गलती करने के बाद भी उसके अंदर एक पश्चाताप का मन नहीं आया, ഷൗൽ അതിനെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയാണ് സമൂഹ കാര്യങ്ങൾ. बल्कि वो अपने आप को धर्मी ठहराने का कोशिश किया, कारण बताकर अपने आप को बचाने देख रहा था. കാരണം ശത്രു ഇനി അടുത്ത് വരുന്നു, യാഗം കഴിച്ചില്ലെങ്കിൽ ശത്രു ഞങ്ങളെ തോൽപ്പിക്കും എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഷൗൽ. क्योंकि वो कहने लगा कि देखो शत्रु कितना नजदीक आ चुका है और अगर बलिदान नहीं करेगा तो अब युद्ध के लिए कैसा जा सकते हैं बोलकर, फिलिस्ती लोग नगर के नजदीक आ गए बोलकर ऐसा बहाना देकर उसने खुद बलिदान किया. ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ തെറ്റാണ് ഷൗൽ ചെയ്തത്. और परमेश्वर की उपस्थिति में बहुत बड़ा गलती उसने किया. കാരണം ഇത് ദൈവം ശമൂവേലിനോട് മാത്രം ചെയ്യുവാൻ കൽപ്പിച്ച ഒരു യാഗം, അല്ലെങ്കിൽ ഒരു പ്രവാചകനോ പുരോഹിതൻ ചെയ്യേണ്ട യാഗമാണ് ഒരു രാജാവ് മാത്രമായിരുന്ന ശൗൽ ചെയ്തത്. तो ये हम देखते हैं कि परमेश्वर के नजर में शाऊल राजा ने एक बहुत बड़ा गलती उसने किया था. तो परमेश्वर के आगे के अनुसार ये शमूएल था, ये जो बलि करना चाहिए था, जो हम देखते हैं कि याजकीय सेवा के लिए नियुक्त किया हुआ व्यक्ति है. परंतु शाऊल राजा तो वो तो राजा है, वो बलि का ये बात का चढ़ाने का विषय के लिए उसको कोई जिम्मेदारी नहीं था. परमेश्वर ने शमूएल को बोला था करने के लिए. എന്നാൽ ദൈവത്തിന്റെ ഈ ആജ്ഞ ശൗല് നിരസിച്ചതിന്റെ ഫലമായി ശൗലിനെ ദൈവം രാജസ്ഥാനിൽ നീക്കുന്നതായിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു. परंतु ऐसा ये गलती करने की वजह से हम देखते हैं कि परमेश्वर शाऊल का राजत्व को उसमें से हटाता है करके हम अगला वाक्य में हम पढ़ते हैं. 13 വാക്യത്തിൽ പറഞ്ഞ ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിൻ മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു, ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. तो वहां पर उसका 13 वाक्य में हम पढ़ते समय हम देखते हैं कि शमूएल ने शाऊल से कहा, तूने मूर्खता का काम किया है, तूने अपने परमेश्वर यहोवा की आज्ञा को नहीं माना, नहीं तो यहोवा तेरा राज्य इस्राएल के ऊपर सदा स्थिर रखता था, परंतु अब तेरा राज्य बना ना रहेगा. ഇപ്രകാരം തന്നെയാണ് വേറൊരു ഇൻസിഡന്റ് അല്ലെങ്കിൽ വേറൊരു സംഭവം ശൗലിന്റെ രാജ്യത്തിന് കീഴിൽ നടന്നത്. അമാലേക്കിനെ ആക്രമിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. ऐसा और एक घटना है जहां पर हम देखते हैं कि शाऊल राजा को आज्ञा दिया गया था कि उसको ये बातें करना था, जाके अमालेक के लोगों को जाकर आक्रमण करके उधर सबके लोगों को खत्म करना था, परंतु शाऊल राजा ने ऐसा नहीं किया. അത് 1 ശമൂവേൽ 15 അധ്യായത്തിൽ പറയുന്നുണ്ട്. वो हम लोग पहला शमूएल 15 अध्याय में देखते हैं. അവിടെ യഹോവയായ കർത്താവ് പറയുന്നത്, മിസ്രൈമിൽ പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക്, അതിന്റെ 2-ാം വാക്യത്തില്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിന് ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കൊക്കെയും നിർമ്മലമാക്കി കളയുക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയും സംഭരിച്ചു കളയുക. उसका वाक्य 2 और 3 में पढ़ते समय में हम देखते हैं कि सेनाओं का यहोवा ये कहता है कि चेत आता है कि अबीमेलेक ने इसराइल से क्या किया था, और जब इसराइल मिस्र से यहाँ आते समय में तब उन्होंने मार्ग में उनका सामना किया था. इसलिए अब तू जाकर अमालेक को मार, और जो कुछ उनका है उनका भी उनको बिना कोमलता किए सत्यानाश कर. क्या पुरुष, क्या स्त्री, क्या बच्चे, क्या दूध पिया हुआ, क्या गाय बैल, क्या भेड़ बकरी, क्या ऊंट, क्या गदड़ा, सब गदहा, सबको मार डाल. അപ്പോൾ ഇവിടെ ദൈവം കൽപ്പിച്ച ഒരു കാര്യമാണ് ആ അമാലേക്കരെ മുഴുവനായി നശിപ്പിക്കണം എന്നുള്ളത്. तो ये परमेश्वर का आज्ञा था कि अबीमेलेक के जो भी कुछ है वो सबको खत्म करना, ഒന്നിനെ പോലും ശേഷിപ്പിക്കരുത്. यहाँ तक कि दूध पिया हुआ बच्चों को भी बचाए नहीं रखना. എന്നാൽ ശൗലും അവന്റെ കൂടെയുള്ള പടയാളികളും അവർ ചെയ്തത്, അതിന് 8-ാം വാക്യത്തിൽ പറയുന്നത്, 7-8 പറയുന്നത്, പിന്നെ ശൗല് അവില മുതൽ മിസ്രൈം കിഴക്കുള്ള ശൂർ വരെ അമാലേക്കരെ സംഹരിച്ചു.
അമാലേക്കർ രാജാവായ അഗാഗിനെ ജീവനോടെ പിടിച്ചു, ജനങ്ങളെ ഒക്കെയും വാളിന്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി. എന്നാൽ ശൗലും ജനവും അഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയെ, മേത്തരമായെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമ്മലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോട് സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവയൊക്കെയും അവ നിർമൂലമാക്കി കളഞ്ഞു. और साथ से जब पढ़ते समय में अपन देखते हैं कि शाऊल ने हाविला से लेकर शुरू होकर वो मिस्र के सामने की अबालियों को सबको मारा, परंतु उसने क्या किया, राजा को उसने जिंदा छोड़ दिया और उधर के सारे प्रजा को उसने तलवार से उसने खत्म कर दिया था। परंतु आगे उसने क्या किया, जो अच्छे अच्छे भेड़ बकरियां है, गाय बैल है, मोटे पशुओं और मेमनाओं और जो कुछ अच्छा था उन पर शाऊल और उसकी प्रजा को उसने कोमलता दिखाई। इस तरह बाकी के चीजों को उसने नाश नहीं किया। ഈ വാക്യം വായിക്കുമ്പോൾ വലിയൊരു ആത്മീയ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. तो ये बातें पढ़ते समय में हमें बहुत ही आत्मिक बातों को हम समझ सकते हैं। നമ്മളെ വിളിച്ച വിളി നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കുകയും അത് നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ്. നമ്മളെ വിളിച്ച വിളി പിന്നെ പിന്നെ പറയാ നമ്മളെ വിളിച്ച വിളി നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ആവശ്യമാണ്. हाँ राइट। तो हमें जो बुलावट से बुलाया है, जिस रीति से बुलाया है, वो बात को हमेशा हमें याद रखना है। അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത് എന്നാണ് വചനം പറയുന്നത്. वचन कहता है कि उस तरफ नहीं देखना, നമ്മൾ മുന്നോട്ട് ക്രൂസിലേക്ക് നോക്കി യാത്ര ചെയ്യണമെന്നാണ് വചനം പറയുന്നത്. और वचन कहता है कि सामने क्रूस की ओर देखकर, उधर इधर ना देखे, सामने क्रूस की ओर देखकर यात्रा करे करके वचन कहता है। എന്നാൽ ഇവിടെ പറയുന്ന പോലെ നമ്മൾ ചില നിസ്സാരമായ കാര്യങ്ങളെ നമ്മൾ അവഗണിക്കുകയും അത് നമ്മൾ ചെയ്യുകയും വിലവെടുപ്പുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി യാത്ര ചെയ്യുന്ന ഒരു അനുഭവം ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്കുണ്ട്. परंतु हमारे मसीह जीवन में जहाँ पर ऐसा हुआ है, जो छोटे छोटे बातें हैं उसको हम लोग ज्यादा मूल्यता नहीं देते और जो बड़े बड़े बातें हैं उसको ज्यादा मूल्यता और स्थान देकर उस रीति से हमारा आत्मिक जीवन को चलाने देखते हैं। നമ്മൾ കൽപ്പിച്ച ലോകവും അതിന്റെ മോഹവും എല്ലാം ഒഴിഞ്ഞു പോകുന്നതാണെന്ന് പറഞ്ഞിട്ടും ആ മോഹത്തിന്റെ പുറകെയും ലോകത്തിന്റെ പുറകെ പോവുകയും ദൈവത്തിന്റെ വില കൽപ്പിക്കാത്ത അവസരങ്ങൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അനുദിനം നമുക്ക് ഉണ്ടാകുന്ന അനുഭവം നമുക്കുണ്ട്. प्रभु ने जब कहा कि संसार और उसका मोह और उसका आग्रह सब नाश हो जाएगा, सब खत्म हो जाएगा करके जब बोलते समय में, फिर भी संसार की कुछ बातों को, वो उसकी चीजों को हम लोग मूल्य रखकर उसको हम लोग संभाले रखते हैं। ഇവിടെ അത് തന്നെയാണ് ശൗൽ രാജാവിനും സൈന്യങ്ങൾക്കും സംഭവിച്ച തെറ്റ്. और यहाँ पर भी हम देखते हैं कि शाऊल राजा और उसके सेनाओं के साथ हुआ गलती को देखते हैं। അവര് മൂല്യമില്ലാത്ത കാര്യങ്ങളെ എല്ലാം അവർ നശിപ്പിച്ചു കളഞ്ഞു. മൂല്യമുള്ള തടിപ്പിച്ച കാളകളെയും കുഞ്ഞാടിനെയും ഒക്കെ അവർ അവിടെ ജീവനോടെ വെച്ചു. കൂടാതെ അവരത്തെ രാജാവിനെ അവർ ജീവനോടെ കൊണ്ടുവന്നു എന്ന് പറയുന്നു. यहाँ पर हम वाक्य 9 में हम पढ़ते हैं कि जो कुछ अच्छा था वो उस पर हम देखते हैं कि शाऊल और उसकी प्रजा ने उस पर कोमलता दिखाई, यानी कि उसको संभाल के रखा। और परंतु जो भी कुछ तुच्छ और निकम्मा था उस सब को उसने सत्यानाश कर दिया था। और उसी के साथ साथ जो अमालेक का राजा था, वो राजा को भी उन लोग ने बचा के रखा, उसको मार नहीं डाला। തുടർന്നുള്ള വാക്യത്തിൽ 10ാം വാക്യത്തിൽ യഹോവ ശമൂവേലിനോട് പറയുകയാണ്, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിൽ ഉണ്ടായിരുന്നാൽ ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. और फिर उसके बाद 10-11 जब हम पढ़ते समय में वहां पर हम देखते हैं कि यहोवा का ये वचन शमूएल की ओर वहां पर पहुंचा और वहां पर परमेश्वर कहता है कि मैं शाऊल को राजा बनाया है, इस बात पर मैं पछताता हूँ, क्योंकि उसने मेरे पीछे चलने का बातों को उसने छोड़ दिया और मेरा आज्ञा को पालन नहीं किया। അത് മാത്രമല്ല ശൗൽ ചെയ്തത്, അല്ലെങ്കിൽ ശൗലും ആ കൂട്ടരും ചെയ്തത്, അവര് അവിടുന്ന് കൊണ്ടുവന്ന മൃഗങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമായി അർപ്പിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. तो इतना ही नहीं, परमेश्वर ने जब आज्ञा दिया था अमेलेक के सभी जीव जंतु को, सभी लोगों को मारना है करके आज्ञा दिया, वो तो तोड़ दिया। उतना ही नहीं, परंतु वहां से जो भी अच्छा बैल बकरियां जो लाया था उसको उसने परमेश्वर की उपस्थिति में बलि चढ़ाने को कोशिश किया। നശിപ്പിച്ച് കളയുവാൻ ദൈവം പറഞ്ഞ കാര്യങ്ങളെ അവർ ദൈവസന്നിധിയിൽ അവർ യാഗമായി അർപ്പിക്കുവാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. यानी कि हाँ, तो दरअसल देखो ना, जो बात परमेश्वर ने न्याय उसको खत्म करने के लिए करने को बोला या सत्यानाश करने के लिए परमेश्वर ने बोला, वो चीजों को वो बलि चढ़ाने के लिए लेकर आया। ഇവിടെയാണ് ശമൂവേൽ അതിന്റെ
21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നാൽ ജനം ശപഥാർപ്പിതമായ വസ്തുക്കൾ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്ന് എടുത്ത് ഗിൽഗാലിൽ നിന്ന് ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹന്യാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? तो इसके लिए वहां पर 21 और 22 में जब आप पढ़ते समय में वहां पर हम देखते हैं, परंतु प्रजा ने क्या किया, वो लूट में से भेड़ बकरियों और गाय बैलों को, अर्थात जो सत्यानाश होना चाहिए था, वो सब वस्तुओं को लेकर वो यहोवा परमेश्वर के लिए बलि चढ़ाने के लिए वो आ गए। परंतु ये बात देखकर शमूएल ने क्या किया, क्या यहोवा होम बलि और भेड़ बलियों से उतना प्रसन्न होता है जितना कि अपनी बात ना माना जाने से प्रसन्न है? ഇവിടെ യഹോവയുടെ കൽപ്പന ശമൂവേൽ ആദ്യമേ അനുസരിക്കുന്നില്ല. എന്നിട്ട് യഹോവ പറയാത്ത കാര്യങ്ങളെ അവൻ വേദിക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, യാഗത്തിന് കൊണ്ടുവന്നിരിക്കുകയാണ്. तो सबसे पहले बात तो हम देखते हैं कि परमेश्वर ने एक चीज मना किया था, वो बात तो परमेश्वर का बात तो उसने सुना नहीं, और दूसरा बात जो परमेश्वर इच्छा नहीं रखता था उस सब बातों का बलिया लेकर आता है। इसलिए वहां पर शमूएल पूछ रहा है कि जितना क्या अपने बातों के मानने से प्रसन्न होता है क्या परमेश्वर? ദൈവത്തെ നമ്മുടെ കൊള്ളയിൽ നിന്ന് എന്തെങ്കിലും കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമോ എന്ന് ശൗൽ അവിടെ നോക്കുകയാണ്. शाऊल वहां पर क्या करता है, उसने जो लाया था, वो लूट में से परमेश्वर को कुछ चढ़ाने के लिए वो कोशिश कर रहा था। ഇത് ഇന്നും നമ്മുടെ സഭാ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ये आज भी हम लोग अपने कलीसिया के जीवन में करने वाला बातें हैं। നമ്മൾ ദൈവത്തിന്റെ വഴി വിട്ട് നടക്കുന്നു, എന്നിട്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വെച്ച് നേർച്ച കാഴ്ചകൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വെച്ച് ഓടി നടക്കുകയാണ്. हम लोग परमेश्वर ने जो हमें रास्ता, जो मार्ग दिया है, उस आत्मा का मार्ग में तो हम लोग चलते तो नहीं है, परंतु हमें हमारे जीवन में जो परमेश्वर के खिलाफ जीकर जो हमने कार्य किया, वो सब बातों को लेकर आकर परमेश्वर की उपस्थिति में वेदी में चढ़ाने का कोशिश करते हैं, परमेश्वर को प्रसन्न करने देखते हैं। जो चीज परमेश्वर पसंद नहीं करता वो चीजों को लेकर अर्पण करने के लिए आते हैं। ദൈവത്തിന് വേണ്ട നമ്മുടെ മനസ്സാണ്, ദൈവമായി ഏകാഗ്രമായിരിക്കുന്ന മനസ്സാണ് ദൈവത്തിന് വേണ്ടത്. മനസ്സ് परमेश्वर വിട്ട് നമ്മൾ ദൂരെ പോയിട്ട് നമ്മൾ നമ്മുടെ അധ്വാനം ദൈവസന്നിധിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. परमेश्वर की उपस्थिति में हमारा सीधा मन चाहिए परमेश्वर को, जो परमेश्वर को भाती है, परंतु वो सीधा मन परमेश्वर की उपस्थिति में हम नहीं लाते, बल्कि हमारा कुछ काम और मेहनत जो हमने किया है, वो मेहनत को हम चढ़ाने को देखते हैं। നമ്മൾ നമ്മുടെ മനസ്സ് നമ്മളെ ദൈവസന്നിധിയിൽ വിട്ട് നമ്മൾ ദൂരെയാണ്. क्योंकि പ്രവൃത്തി കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. हम अपने मनों से परमेश्वर से बहुत दूर है, और कुछ कार्य करके हम लोग परमेश्वर के निकट आने के लिए या कुछ अर्पण करने का इच्छा करते हैं। എന്നാൽ ഈ ശൗല് ചെയ്ത ഈ കാര്യത്തിൽ ഒന്നും ദൈവം പ്രസാദിച്ചില്ല. ദൈവം ഒരു കാര്യം തീരുമാനിച്ചു, ശൗലിനെ ആ രാജ്യത്ത് നീക്കി കളയാനാ ദൈവം തീരുമാനിച്ചത്. तो इसलिए हम यहाँ पर अब क्या देखते हैं, परमेश्वर जो शाऊल ने यहाँ पर जो किया, ये कार्य की वजह से परमेश्वर शाऊल राजा से प्रसन्न नहीं था, और उसका राज्य तो हटाने का इच्छा परमेश्वर ने रखा। ഈ സമയത്താണ് ദൈവം ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. और इसके बाद हम देखते हैं कि इन दिनों में हम देखते हैं कि परमेश्वर ने फिर दाऊद को अभिषेक करके राजा के लिए नियुक्त करता है। അങ്ങനെ ശൗല് ദാവീദിന്റെ ഒരു ശത്രുവായി മാറി. ശൗല് ദാവീദിനെ കൊല്ലുവാൻ അനേക പ്രാവശ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. और उसके बाद आगे चलकर हम देखते हैं कि शाऊल, क्योंकि उसका राज्य तो उसे छीन गया था और दाऊद को मिला है करके मालूम पड़ा, तो शाऊल दाऊद को मार डालने का कोशिश में था। നമുക്കറിയാം, നമുക്ക് ഈ പശ്ചാത്തലം നമുക്കെല്ലാം അറിയാം. हम लोग इसका बैकग्राउंड हम सब जानते हैं। എപ്പോഴെല്ലാം ശൗലിന്റെ ദേഹത്ത് ഈ ദുരാത്മാവ് വരുന്നു, ആ സമയം ദാവീദ് ചെന്ന് കിന്നരം വായിച്ച് ശൗലിനെ നേരെ വഴി നടത്തുന്ന അനുഭവം നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കാൻ കഴിയുന്നുണ്ട്. और आगे चलकर हम लोग पढ़ते हैं, जब भी हम देखते हैं कि एक दुष्ट आत्मा आता था शाऊल के ऊपर और उसको सताने लगता था, और फिर दाऊद था जहाँ उस समय में वो आकर वीणा बजाकर शाऊल राजा को शांत कराता था। ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടും ഈ ശൗല് ദാവീദിനെ പതിയിരുന്ന് കൊല്ലുവാൻ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. इतना सब अच्छा काम दाऊद ने शाऊल के लिए करने के बाद भी शाऊल राजा तभी भी कैसा मैं दाऊद को मैं मारूं करके वो बातों को देखता था। ശമൂവേൽ ദാവീദിനെ രഹസ്യമായിട്ട് അഭിഷേകം ചെയ്യുന്നു രാജാവായിട്ട്.
और अब देखते हैं कि जब शमूएल ने दाऊद को घर में जाते समय में रहस्य में जाकर वो राजा को अभिषेक करता है। എന്നിട്ട് ദാവീദ് ശൗലിനെ വന്ന് സഹായിക്കുന്നു, ഫെലിസ്ത്യരോട് യുദ്ധത്തിൽ ജയിക്കുന്നു, ഗോലിയാത്തിനെ ജയിക്കുന്നു. और फिर अब देखते हैं कि अभिषेक होने के बाद दाऊद अधिकार में रहता है, वो जाकर युद्ध लड़ता है, फिलिस्ती लोगों को खत्म करता है, गोलियात को वो मार डालता है। ഇങ്ങനെയൊക്കെ അനുഭവം ഇതൊക്കെ ശൗലിന്റെ മുമ്പിൽ ദാവീദ് ചെയ്തിട്ടും ശൗല് ദാവീദിനെ അംഗീകരിപ്പാൻ ശൗലിന് മനസ്സാകുന്നില്ല. और इतना इतना वीर वाला काम जब दाऊद कर रहा है करके शामुएल अपने आंखों के सामने देखते समय में, सॉरी शाऊल ने अपने आंखों के सामने वो देखने के बाद भी शाऊल राजा वो परमेश्वर की उपस्थिति में पछताया भी नहीं और वो दाऊद के ऊपर उसका गुस्सा बढ़ने लगा। കാരണം ശൗലിന്റെ ഹൃദയത്തിൽ ദുരാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. क्योंकि हम जानते हैं कि शाऊल राजा के मन में, उसके अंदर दुष्टात्मा कार्य कर रहा था। ഒരു അനുഭവം ദാവീദിന് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ശൗലിനെ നശിപ്പിച്ചു കളവാൻ ദാവീദിന് അവസരം കിട്ടിയിട്ടുണ്ട്. 24-ാം വാക്യത്തിൽ പറയുന്നു, 24-ാം അധ്യായത്തിൽ. अब देखते हैं शमूएल राजा, एक बार दाऊद को ऐसा एक मौका मिलता है जहां पर वो शाऊल को खत्म करने का उसको अच्छा अवसर मिलता है। अब उसका 24वां अध्याय जब पढ़ते समय में ഈ 24-ന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, ദാവീദിന്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുക്കൾ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ച് കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസ്സാക്ഷി കുത്തി തുടങ്ങി. അവൻ തന്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാനന്റെ നേരെ കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തത്, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. तो वहां पर 4, 5, 6 जब पढ़ते समय में वहां पर हम देखते हैं कि तब दाऊद ने जब जाना कि उसे कहा गया कि सुन, आज वही दिन है जब जिस विषय में यहोवा ने तुझसे ये कहता है कि मैं तेरे शत्रुओं को तेरे हाथ में सौंप दूंगा, कि तू उससे मानना बर्ताव अपना मानना और बर्ताव कर लेना। तब दाऊद ने उठा और शाऊल के बाजरे में से चोर की चिप कर काट लिया। इसके पीछे दाऊद शामुएल को दाऊद शाऊल के बजने के चोर काटने से पछताया। तो ये पछताने के बाद उसने अपने जानों से वो कहने लगा, यहोवा ना करे कि मैं अपने प्रभु से जो यहोवा का अभिषिक्त है ऐसा काम करूं कि उस पर हाथ में चलाओ, क्योंकि वह यहोवा का अभिषिक्त है। ദാവീദ് ഈ പ്രവൃത്തി ചെയ്ത ഉടനെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ പ്രവർത്തിച്ചു തുടങ്ങി. तो दाऊद जब उसने वो चुप कर शाऊल राजा का जो वस्त्र जब उसने काटा तो तुरंत परमेश्वर का आत्मा दाऊद में काम किया। അവിടെയാണ് ദാവീദ് പറയുന്നത്, യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാന്റെ നേരെ കൈയെടുക്കുന്ന ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുത്. और तभी वो कहता है कि जो यहोवा परमेश्वर का अभिषिक्त है उसके खिलाफ मैं कैसा मैं कार्य करूं, ऐसा कार्य मैं ना करूं। ഈ ഒരു ഇൻസിഡൻസിൽ നമുക്ക് മനസ്സിലാകും ദൈവത്തിന്റെ ആത്മാവ് ശരിയായ രീതിയിൽ ദാവീദിന്റെ മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. और इस कारण से, इस घटना से हमें एक बात मालूम पड़ता है कि परमेश्वर का आत्मा दाऊद में सही रीति से कार्य कर रहा था। ദാവീദ് ശൗലിനെ ആ സമയത്ത് കുത്തി ശൗല് മരിച്ചു പോയിരുന്നെങ്കിലും യഹോവ അവിടെ ദാവീദിനോട് ഒന്നും പ്രതികാരം ചെയ്യുന്നില്ല. കാരണം ദാവീദ് അഭിഷിക്തനായ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. तो अगर दाऊद चाहता इस तरह जीत में वो चाहिए तो बाला लेकर वो चाहिए तो शाऊल राजा को वो मार सकता था, और मारने से भी कोई गलत नहीं होता था, क्योंकि दाऊद था जो सच्चा अभिषेक था, जो राज्य अभी उसके पास था, इसलिए वो कुछ गलत तो नहीं करता था। എന്നാൽ ദാവീദ് അവന്റെ അഭിഷിക്തനായ ശൗലിനെ ഇങ്ങനെ നശിപ്പിക്കാതെ അവൻ ആ സമയത്തിന് വേണ്ടി കാത്തിരുന്നു, ആ രാജ്യത്തെ കിട്ടാൻ വേണ്ടി. परंतु फिर भी दाऊद ने ऐसा ना करते हुए, जो व्यक्ति यहोवा का अभिषेक है बोलकर उसके ऊपर हाथ नहीं उठाना है और यहोवा का समय के लिए वो इंतजार करने लगा। ഈ ഭാഗം വായിച്ചപ്പോൾ
ഈ യഹോവയുടെ അഭിഷിക്തൻ എന്നൊരു വാക്ക് എന്നെ അതിയായി എന്നെ ഹേമിച്ചുകൊണ്ടിരുന്നു. और जब യഹോവയുടെ मैं അഭിഷിക്തനെ ഒന്നും ചെയ്യരുത് എന്നുള്ളത്. ये भाग जब मैं पढ़ते समय में मेरे मन में वो भाग को मुझे बहुत स्पर्श किया, और वो ये था कि यहोवा का अभिषिक्त को कुछ नहीं करना। പ്രിയമുള്ളവരെ, നമ്മളെല്ലാം യഹോവയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ്. इसलिए हे प्रियो, हम एक बात जानना कि हम लोग सब लोग यहोवा के अभिषिक्त है। ഈ ഇൻസിഡന്റ് തന്നെ 26-ാം അധ്യായത്തിലും പറയുന്നുണ്ട് സെയിം കാര്യം. यही घटना हम लोग 26वां अध्याय में भी हम देखते हैं। ഇവിടെ അത് തന്നെയാണ്, ഈ മനോഭാവം തന്നെയാണ് ദാവീദ് പിന്നെയും ശൗലിന്റെ അടുക്കൽ പ്രയോഗിക്കുന്നത്. യഹോവയുടെ അഭിഷിക്തനെ ഒന്നും ചെയ്യരുത് എന്നുള്ളത്. यहाँ पर भी 26वां अध्याय में भी हम देखते हैं कि दाऊद राजा उसी मनोभावना में वो रहता है, और वो कहता है कि जो यहोवा का अभिषिक्त है उसको कोई चोट नहीं पहुंचा, उसके खिलाफ कोई कार्य नहीं कर रहा। എന്നാൽ അതിന് നേരെ വിപരീതമായിട്ടായിരുന്നു ശൗൽ രാജാവ് ദാവീദിനെ പതിയിരുന്ന് കൊല്ലുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. परंतु इस काम से कितना विरुद्ध काम था जो शाऊल राजा ने वो किया करता था। जब भी वो दाऊद को मारने के लिए मौका मिलता था, पूरा कोशिश करता था दाऊद को मारने के लिए। എന്നാൽ ശരിയായ രീതിയിൽ അഭിഷേകം പ്രാപിച്ച ദാവീദ് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് ശൗലിനെ നശിപ്പിക്കാൻ ഒരിക്കലും ശ്രമിച്ചില്ല. परंतु जो सही रीति से जो प्रभु की ओर से अभिषेक पाया हुआ दाऊद, परमेश्वर ने जिस व्यक्ति को अभिषेक किया है, ये बात को देखकर वो समझकर आत्मा से वो भर गया, और परमेश्वर का अभिषेक के खिलाफ उसने कार्य नहीं किया। നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തിൽ പല പരാജയങ്ങള് അപജയങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുന്നോട്ട്. हम देखते हैं कि आगे चलकर दाऊद के जीवन में परमेश्वर के खिलाफ की बहुत से बातें हैं दाऊद के जीवन में हुआ है, बहुत बार वो गिरा भी है, അതിനൊക്കെ തിക്ത അനുഭവങ്ങൾ ദാവീദ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. और उस सब का जो सजा है, वो सब बातों का सजा उसने सहा भी है। എന്നാൽ ഒരിക്കലും ദൈവത്തിന്റെ കൽപ്പന വിട്ട് ദാവീദ് പിന്നോട്ട് പോയിട്ടില്ല. परंतु ये सब बातों में हम देखते हैं कि परमेश्वर ने जो भी दाऊद को आज्ञा दिया था, वो कोई भी आज्ञा को दाऊद ने कभी तोड़ा नहीं। അതിന്റെ കാരണം 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. उसका एक कारण हम देखते हैं 2 शमूएल 7वां अध्याय में। യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇത് ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരിച്ചിലേക്കകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. हम देखते हैं कि जब यहाँ पर आगे चलकर जब सारे शत्रुओं को खत्म करने के बाद चारों ओर जब विश्राम का दिन आया, परमेश्वर जब राजा ने नातान भविष्यवक्ता को बुलाकर अब कहने लगा कि देखो, मैं कितना केदार के वृक्ष में मैं रह रहा हूँ, परंतु परमेश्वर जो है वो संदूक तंबू में रहता है। ഈ ഒറ്റ കാരണത്താലാണ് ദൈവത്തിന് ദാവീദിനോടുള്ള മനസ്താപം അല്ലെങ്കിൽ കരുണ കൂടിയത്. ये एक ऐसा बात है जहाँ पर दाऊद परमेश्वर के विषय में ऐसा सोचते समय में हम देखते हैं परमेश्वर दाऊद के विषय में और ज्यादा दया दिखाता है। പോയി ദാവീദ് അവൻ പാപം ചെയ്ത് ദൈവത്തിന് അകന്നു പോയിട്ടുണ്ട്, ദൈവത്തെ മറച്ച് അവൻ ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഒരു കാരണത്താലാണ് ദൈവം അവനെ സംരക്ഷിച്ചത്. अब देखते हैं कि आगे चलकर भी ये वाक्य बोलने के बाद भी आगे चलकर भी दाऊद पाप करता है और परमेश्वर की नजर में गिर तो जाता है, परंतु दाऊद का ये बात की वजह से वापस परमेश्वर ने दाऊद को पुनर्स्थापित किया था। ഞാൻ അരമനയിൽ താമസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരിച്ചിലേക്ക് കാത്തിരിക്കുന്നു എന്നുള്ള ആ കാരണം, ദൈവത്തിന്റെ പെട്ടകം ഇരിക്കേണ്ടത് ദൈവത്തിന്റെ ആലയത്തിൽ, ദൈവത്തിന്റെ ഒരു ആലയം പണിയണം എന്നുള്ള ആഗ്രഹം ദാവീദ് അവിടെ പറയുകയാണ്. मतलब वो कहने लगा कि मैं तो देवदारू से बनाया हुआ घर में रहता हूँ, परंतु परमेश्वर अभी भी संदूक के तंबू में रहता है। तो यानी कि दाऊद का उस समय से एक बहुत बड़ा आग्रह था कि परमेश्वर के लिए एक भवन बनाए। ഇന്ന് ദൈവത്തിന്റെ ഭവനമായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്, ദൈവം വസിപ്പാൻ ആഗ്രഹിക്കുന്നത്. आमेन। आज परमेश्वर का भवन के रूप में परमेश्वर ने हमें विश्वासियों को चुना है ताकि वो हमारे अंदर निवास करे। എന്നാൽ ദൈവം വസിപ്പാൻ ആഗ്രഹിക്കുന്ന ഭവനത്തിനകത്ത് വേറൊരു കാര്യം അവിടെ പാടില്ല എന്ന് ദൈവം നിഷ്കർഷിക്കുന്നുണ്ട്. और जो भवन परमेश्वर का है और परमेश्वर के लिए इस्तेमाल होना चाहिए, उस भवन में और कोई बात अन्य बात आना नहीं चाहिए। इस बात का प्रभु वहां पर कहता है।
ദൈവം തന്നെ രാജാവായി നമ്മൾ വാഴണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. क्योंकि परमेश्वर का आग्रह यह है कि वो स्वयं ही हमारा राजा बनकर जिए. ദാവീദിന്റെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ദാവീദ് സംസാരിക്കുന്നു ആ സമയം എല്ലാം ദാവീദ് റിസ്റ്റോർ ചെയ്യുന്നുണ്ട് അവിടെ. हम देखते हैं कि दाऊद अपने जीवन में बहुत बार गिर चुका है. परमेश्वर के हृदय मन से वो गिरा तो है, परंतु जब भी आत्मा का कार्य दाऊद के अंदर होता था वो तुरंत मन फिरता था और परमेश्वर की उपस्थिति में सीधा खड़ा रहता था. ദാവീദ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. दाऊद ने कभी भी अपने बचाव के लिए कुछ भी बात बोलकर अपने आप को बचाने का कोशिश नहीं किया. കാരണം ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ രാജാവായിരുന്നു ദാവീദ്. क्योंकि हम देखते हैं कि दाऊद एक ऐसा राजा है जो सही रीति से परमेश्वर की ओर से अभिषेक पाकर परमेश्वर के आत्मा के नियंत्रण में चलने वाला एक व्यक्ति था. ദൈവമാകെ എപ്പോഴും സമർപ്പിച്ച് ജീവിച്ച ഒരു രാജാവായിരുന്നു ദാവീദ്. यानी कि परमेश्वर की उपस्थिति में हमेशा परमेश्वर को समर्पण करके जिया हुआ एक सच्चा राजा था. അവിടെ അഭിഷിക്തനായ ദാവീദ് യോഹന്നാൻ 2:20 പറയുന്നത് നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. അപ്പോൾ നമ്മളെല്ലാം ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചവരാണ്. और इसके लिए हम लोग पहला यूहन्ना उसका 2:20 में पढ़ते समय में हम देखते हैं कि तुम भी उस पवित्र से अभिषिक्त हो और तुम सब कुछ जानते हो. यानी कि पवित्र आत्मा का उस अभिषेक के द्वारा हम प्रभु का सब बातें को हम जानते हैं. ദൈവത്തിന്റെ അഭിഷേകത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. प्रभु का उस पवित्र आत्मा का कार्य की वजह से है हमारा नया जन्म हुआ और हम लोग अभिषिक्त हो गए. അതുകൊണ്ടാണ് വചനം ഈ അഭിഷേക്തന്മാരെ നമ്മൾ ചെറുതായി ഒന്നും കാണരുതെന്നും പറയുന്നത്. और इसके लिए जो प्रभु की ओर से अभिषेक है उनको कभी भी नीचा का भाव में मनोभावना में नहीं देखना. അവരെ നമ്മൾ ചെറുതായി അല്ലെങ്കിൽ സഹോദരനെ നിസാര എന്നും പോലും പറയാൻ പാടില്ല എന്ന വചനം പറയുന്നത്. वचन कहता है कि तुम अपना भाई को कभी भी छोटा है करके ऐसा कभी नहीं करना. കാരണം നമ്മളെല്ലാം ദൈവത്തിന്റെ അഭിഷേകത്താൽ അഭിഷേകം പ്രാപിച്ചവരാണ്. क्योंकि हम लोग सब लोग प्रभु के अभिषेक के परमेश्वर का जो अभिषेक मसीह के द्वारा हम सब मसीह में अभिषेक है. 1 യോഹന്നാൻ 2:27 അതന്നെയാണ് പറയുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല. इसीलिए यही बात हम लोग पहला यूहन्ना का 2:27 में भी हम पढ़ते समय में हम देखते हैं कि और तुम्हारा वह अभिषेक जो तुम्हें और है वो तुम्हें सब बातें वो बताएगा. പ്രിയമുള്ളവരെ, ഈ അഭിഷേകം പ്രാപിച്ച നമ്മൾ ദൈവത്തിന്റെ ആലയത്തോളം എരിവ് നമുക്ക് അനുദിനം വർദ്ധിച്ചു വരണമെന്നാണ് വചനം പറയുന്നത്. इसके लिए क्योंकि हमें प्रभु का इस अभिषेक हमारे अंदर कार्य करने की वजह से प्रभु का मंदिर के विषय में जो जलन का काम है वो जलन से हमें करना है. നമുക്ക് ആ എരിവ് ഇല്ലാത്തതിന്റെ കാരണം നമ്മൾ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയം ഉള്ള കാരണത്താലാണ് ഈ എരിവില്ലാത്തത്. हमें इसलिए अपने आप को जांचना है कि क्या सचमुच हमारे अंदर वो प्रभु के उस राज्य के लिए महिमा के लिए हमें जलन है कि नहीं. क्योंकि अगर अभिषेक अगर नहीं है तो फिर मतलब अभी तक हमें वो जलन से कार्य करने का मन भी नहीं लगेगा. फिर പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മന്ദിരത്തിലെ എരിവ് നമുക്ക് വരണമെങ്കിൽ നമ്മൾ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചവരാണെന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. इसलिए है प्रिय, प्रभु का मंदिर के विषय में हमें पूरा ईमानदारी से अगर हमें सेवा करना है तो वो जलन से वो रहना है और अभिषेक से हमें अभिषेक होकर करना है. നമ്മളിൽ തെറ്റുകളും കുറവുകളൊക്കെ നമ്മൾ സംഭവിക്കും, പക്ഷേ നമ്മൾ അനുതാപത്തിന്റെ ഹൃദയം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ये तो सच है कि हमारे अंदर बहुत गलतियां हमारे अंदर हो सकता है, परंतु ऐसा समय में भी एक पश्चाताप का मन और अपने आप को नम्र और दीन होने करने का मन होना जरूरी है. അതാണ് 51 സംഗീതത്തിൽ ദാവീദ് തന്നെ പറയുന്നത്. और हम देखते हैं भजन संगीता 51 में जब दाऊद कहता है, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. उसको वाक्य 2 में जब हम पढ़ते समय में वहां पर कहता है कि मुझे बलि बाती धोकर मेरा अधर्म दूर कर और मेरा पाप छुड़ाकर मुझे शुद्ध कर. 17 വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. और अब देखते हैं कि उसका 16-17 में पढ़ते समय में कि यहोवा परमेश्वर हमेशा होम बलि से तो प्रसन्न तो नहीं होता, परंतु एक टूटा हुआ मन परमेश्वर के लिए योग्य बलिदान है. परमेश्वर तू टूटा और पिसा हुआ मन को तुच्छ नहीं जानता. ഈ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ അത് നമ്മളെ കഴുകി
നമ്മളെ ശുദ്ധീകരിക്കുകയും നമ്മളെ വെടിപ്പാക്കുകയും ചെയ്യും. जब भी हम लोग एक टूटा हुआ पिसा हुआ मन से प्रभु की उपस्थिति में आकर अपने आप को नम्र करेगा, तुरंत प्रभु हमें धोकर शुद्ध करेगा. ഇങ്ങനെ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയം നമ്മളിൽ ഇല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ സൗഖ്യമാക്കാൻ കഴിയുകയില്ല. इस रीति से टूटा हुआ पिसा हुआ अगर हम मन नहीं रहेगा तो प्रभु कभी भी हमें शुद्ध नहीं कर सकता. നമ്മളെ ഇവിടെ ശൗലിനെ പറ്റിയ കുഴപ്പം അത് തന്നെയാണ്. ശൗലിന് ഇങ്ങനെയുള്ള ഹൃദയം ശൗലിന് ഇല്ലായിരുന്നു. അത് നഷ്ടപ്പെട്ടു. इसलिए प्रियो हम शाऊल राजा के जीवन में देखते हैं कि शाऊल राजा का जीवन में हार का कारण क्या है? इस तरह का टूटा हुआ मन उसके अंदर नहीं था, जिसके वजह से राज्य तो उससे छीना गया था. തോൽവി ദൈവം മുമ്പാകെ അവൻ തെറ്റുകാരനാണെന്ന് ദൈവം പറയുമ്പോഴും ദൈവത്തിന് മുമ്പാകെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശൗൽ. यानी कि परमेश्वर की उपस्थिति में इतना बड़ा गलती उसने किया है, परमेश्वर के खिलाफ कार्य किया, आज्ञाओं को तोड़ा, ऐसा कार्य करने के बाद भी मैं गलती किया करके ऐसा शाऊल राजा मानने को तैयार नहीं था, बल्कि अपने आप को वो मैंने ऐसा किया वैसा किया बोलकर बहुत बहाना देकर उसमें से बचकर बाहर निकलने का कोशिश किया. എന്നാൽ ദാവീദ് അതിന് നേരെ വിപരീതമായ ഒരു മനുഷ്യനായിരുന്നു. ദൈവമുമ്പാകെ തകർന്നും നുറുങ്ങിയുമായ ഹൃദയമായിട്ട് ദൈവമുമ്പാകെ വന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. परंतु दाऊद शाऊल राजा के समान नहीं था. वो हमेशा टूटा हुआ मन की उपस्थिति में रहकर परमेश्वर की उपस्थिति में रहता था. നമ്മളെ ഇങ്ങനെയുള്ള ഹൃദയത്തെയാണ് ദൈവം സ്വീകരിക്കുന്നത്, അംഗീകരിക്കുന്നത്. इसलिए हे प्रिय, परमेश्वर हमेशा इस रीति का मन को प्रभु स्वीकारता है और ढूंढता है. നമുക്ക് ഇങ്ങനെയുള്ള ഹൃദയം ഇല്ലാത്തതിന്റെ കാരണം നമ്മുടെ ഹൃദയം കഠിനമായി പോയി. പാപം ചെയ്ത അനുതാപം ഇല്ലാതെ ഈ ഹൃദയം കഠിനമായി പോയി. ആ കാരണമാണ് ദൈവസന്നിധിയിൽ നമുക്ക് പശ്ചാത്താപവും അനുതാപവും ഇല്ലാത്തത്. इसलिए प्रिय, हमारे जीवन में भी देखा जाए तो हमें अपने आप को परखे कि हमें इस तरह का टूटा हुआ मन क्यों नहीं है, क्योंकि पाप बार बार कर हमारा हृदय कठोर हो गया है. कठोर होने की वजह से परमेश्वर के खिलाफ का जिंदगी हमें ज्यादा पसंद है, जिसकी वजह से मन फिराने का मन कभी नहीं होता. കാരണം അങ്ങ് പാപം ചെയ്ത് അങ്ങ് പഠിച്ച് തഴമ്പിച്ചു പോയി. क्योंकि हम लोग सब लोग पाप कर करके वो आदत हो गया है, और वो हृदय जो एकदम कोमल होना चाहिए था सुन पड़ गया है. उसमें कोई भी बातों का स्पर्श शक्ति उसमें नहीं है, सुन हो गया वो. എന്നാൽ ദൈവം പറയുന്നത് തകർന്നും നുറുങ്ങിയുള്ള ഇടങ്ങളിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. परंतु हमारा वचन कहता है कि प्रभु परमेश्वर हमेशा टूटा हुआ पिसा हुआ मन की ओर ही प्रभु दया दिखाता है, उन्हीं के अंदर प्रभु कार्य करता है. ഇവിടെയാണ് ദൈവത്തിന്റെ അഭിഷേകം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. यहाँ पर है परमेश्वर का अभिषेक कार्य करता है. ദൈവത്തിന്റെ അഭിഷേകം നമ്മളിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പാപത്തെ കുറിച്ചും ഉള്ള ബോധ്യം നമുക്ക് വരും. और जब प्रभु का अभिषेक जब सही रीति से हमारे अंदर कार्य करते समय में पवित्र आत्मा के द्वारा हमारे जीवन में आया हुआ पापों का हमें बोध, हमें एहसास होने लगेगा. നമ്മളിൽ ഈ അഭിഷേകം വരുവാനായിട്ട് ഈ അഭിഷേകത്തിനായി ജീവിച്ച കർത്താവായ യേശുക്രിസ്തു നമുക്ക് മാതൃകയായിട്ടുണ്ട്. इसीलिए इस तरह का अभिषेक हमारे अंदर कार्य करने के लिए हमें वो सच्चा अभिषेक जो परमेश्वर का अभिषेक है उस प्रभु की ओर हमें आए, क्योंकि वही हमारा एक मार्गदर्शक है. उन्होंने उनका जीवन का आदर्श से है हमें जीना है. അതിന് പറയുന്ന യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത ദൈവമാണ്. हमारा प्रभु कल आज और कल सदा के लिए कभी ना बदलने वाला परमेश्वर है. നമുക്ക് അവന്റെ മുന്നിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. इसलिए आओ हम लोग इस महान प्रभु की उपस्थिति में आओ, अपने आप को समर्पण करें. അങ്ങനെ അനുസരിക്കണം എന്നതിന്റെ ഒരു മാതൃകയാണ് വിമൽ ബ്രദർ സംസാരിച്ചത്. प्रभु की उपस्थिति में आते समय में किस रीति से हमारा मनोभावना होना है करके भाई विमल भाई ने थोड़ा देर बांटा. അത് നിഴൽപ്പാടത്തിൽ കൂടെ ആയിട്ട് പോലും അത് ഗൗരവപരമായിട്ടാണ് ദൈവാത്മാവ് അത് എടുത്തിരിക്കുന്നത്. और वो भले ही पुराने नियम की बातों से, यानी कि जो छाया की बातें हैं उसमें से भाई ने निकाल कर बताया, तो भी कितना स्पष्ट रीति से और गहराई से हमारे लिए बताया है. പഴയ നിയമത്തിലുള്ള ശുശ്രൂഷ മുഴുവനും നിഴലിലായിരുന്നു. क्योंकि हमें एक बात समझना है, पुराने नियम का जो भी सेविका वो एक छाया का रूप में है. നമ്മള് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അതിന്റെ 10-ാം അധ്യായത്തിന് 1 വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു പഴയ നിയമം. हम लोग इब्रानियों को पुस्तक 10 का 1 में जब पढ़ते समय में आने वाले बातों की भलाई का जो भी बातें हैं उसका छाया था पुराना नियम. പിന്നെ 9-ാം അധ്യായം 11-ാം വാക്യത്തിലുമുണ്ട്, വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് ക്രിസ്തു വന്നു. और हम उसका 9 का 11 जब पढ़ते समय में हम देखते हैं कि मसीह वो है जो आने वाले अच्छे वस्तुओं का एक छाया था. നമ്മള്
ക്രിസ്തുവിനെ അനുസരിക്കാത്തവരെ കുറിച്ച് അവിടെ അതിന്റെ 4-ാം അധ്യായത്തിന് 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. उसका 4:22 पे जब आप पढ़ते हैं समय में जो प्रभु का लोगों का बात नहीं सुनता, प्रभु का बात नहीं सुनता, उनके बारे में അവിടെ എന്റെ 3:22 അപ്പോസ്തല പ്രവൃത്തി 3:22 उसका 3:22 में हम पढ़ते हैं, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. അപ്പൊ ഇവിടെ ഇനി നമ്മൾ നേരിട്ട് ക്രിസ്തുവിന്റെ വാക്ക് കേട്ട് അനുസരിക്കാൻ തക്കവണ്ണമാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ അതിനുള്ള വിവേകം തരാനാണ് ആത്മാവിനെ തന്നിരിക്കുന്നത്. हम लोग प्रेरितों का कार्य 3:22 पे हम पढ़ते हैं समय में वहां पर हम देखते हैं कि जैसे कि मूसा ने कहा कि परमेश्वर तुम्हारे भाइयों में से तुम्हारे लिए मुझ जैसा एक भविष्यवक्ता को उठाएगा, तो जो कुछ तो और तुम्हें उसका सुनना है. यानी कि अब आने वाला भलाई की बातों के लिए पवित्र आत्मा ने हमें उस वचन के द्वारा प्रभु यीशु मसीह जो आने वाला भलाई का बात है वो एक भविष्यवक्ता है, उसको हमें देखना है, उसको हमें सुनना है. അപ്പൊ ദൈവത്തോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന അനുസരണം നമ്മള് ആ ദൈവത്തിന്റെ വഴിയിലാണോ അവനെ അടുക്കുന്നത്, അതോ നമ്മുടെ സ്വന്തം വഴിയിലാണോ അടുക്കുന്നത് എന്ന് നമുക്ക് വചനത്തിൽ, അതല്ലെങ്കിൽ പഴയ നിയമത്തിൽ ടാബർനാക്കിൾ അടുക്കുമ്പോൾ ദൈവം ദൃശ്യമായ രീതിയിൽ അടുക്കാനുള്ള നിയമങ്ങൾ വെച്ചിരുന്നു. तो इसके लिए प्रभु की उपस्थिति भी इस रीति से प्रभु का सच्चा अभिषेक कौन है ये बात जानकर आत्मा के नियंत्रण में जब बने रहते समय में वो व्यक्ति को प्रभु की उपस्थिति में आने के लिए आज्ञा से वो आने का वो यत्न करेगा. इस तरह आज्ञा से वो यत्न करके आज्ञा पालन करके जब प्रभु की उपस्थिति में आते समय में पुराने नियम में हम देखते थे कि जब वो लोग वो मिलाप वाला तंबू के सामने आते समय में प्रभु ने वहां पर कुछ बातें रखा था, वो बातों को पालन कर उनको आना था. അവിടെ പഴയ നിയമത്തിൽ പ്രധാനമായിട്ടും നമ്മൾ അവർക്ക് പ്രവേശിക്കാനുള്ള 3 കവാടങ്ങൾ, അല്ലെങ്കിൽ ആദ്യം അവർ വരേണ്ടത് താമ്ര യാഗപീഠത്തിന്റെ അടുക്കൽ വന്ന് അവിടെയാണ് അവർ ആദ്യം വരേണ്ടത്. तो हम देखते हैं कि पुराने नियम में जब प्रभु अपने लोगों को निकट आने के लिए बुलाते समय में 3 बातों से 3 कार्य के द्वारा से था. पहला कार्य हम देखते हैं कि उन्होंने बाहर जो मिलाप वाला तंबू के बाहर जो पित्तल का वेदी रखा था वहां पर आना है. അവിടെ വന്നതിന് ശേഷം പിന്നെ അകത്തോട്ട് വരുമ്പോൾ അവർക്ക് അവിടെ ലേവർ കഴുകാനുള്ള താമ്ര തൊട്ടിയുണ്ട്. उसके बाद वहां से कार्य करने के बाद फिर आगे चलना है, वहां पर एक पित्तल का बर्तन रखा है, वहां पर उनको धोना है. അതിനുശേഷമാണ് സ്വർണ്ണ ധൂപപീഠം അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ കൊണ്ടുവരേണ്ടത്. और उसके बाद हम देखते हैं कि वो सोने का जो वेदी है जहां पर याजक वहां पर अंदर प्रवेश करता है. അപ്പൊ ഈ 3 കാര്യങ്ങൾ വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ 3 കവാടങ്ങളും നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. तो ये सब बातें जो पुराने नियम में जो भी बातें या इस रीति से कार्य करना, आने वाले भलाई बातों का सिर्फ एक छाया था जो पुराने नियम में किया जाता था, और ये तीनों बातों का रास्ता प्रभु यीशु मसीह ने हमारे लिए खोल के दिया है. ഈ കാര്യത്തിൽ നമ്മൾ അനുസരണം കാണിച്ചില്ലെങ്കിൽ നമ്മൾ ശൗലിന്റെ അതേ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. तो ये बातों में अगर हम लोग बात प्रभु ने हमारे लिए जो रास्ता खोल कर रखा है उस रास्ते से अगर नहीं आते, प्रभु का बात पालन करके अगर नहीं आएंगे, तो जिस रीति से शाऊल राजा ने गलती कर बैठा था वही गलती हम भी कर बैठेंगे. കർത്താവ് തന്റെ പരസ്യ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ പ്രധാനമായി നമ്മളെ യോഹന്നാന്റെ സുവിശേഷത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ये 3 बातें जो पुराने नियम में प्रभु ने जो मार्ग दिया था उनको पुराने नियम के लोगों कर आने के लिए, वो बात का पूर्तिकरण अब യോഹന്നാൻ का पुस्तक में हम देखते हैं कि यीशु मसीह ने किया था. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 12 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈ പഴയ നിയമത്തിന്റെ ഓർഡർ കർത്താവ് ടാബർനാക്കിളായിട്ട് അവർക്ക് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. ഇതാണ് ഓർഡർ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം എന്താണ് പറയുന്നത്? ന്യായവിധിയെ കുറിച്ചാണ്. ആദ്യം താമ്രത്തൊട്ടി. तो हम देखते हैं कि जब यूहन्ना का पुस्तक उसका 12वां अध्याय से लेकर 17वां अध्याय तक अगर आप लोग उसको खास रीति से अगर मनन करके पढ़ेंगे, तो प्रभु ने जो दिया हुआ मार्ग रास्ता है, जो 3 रास्ता था, जो जिस रीति से पुराने नियम में उनको आना था वेदी के सामने अति पवित्र स्थान में तक पहुंचने के लिए, उसी रीति से प्रभु ने यहाँ पर 12 से 17 जब पढ़ते समय में हम देखते हैं, हम जब 12वां अध्याय पढ़ते समय में 12 अध्याय में यूहन्ना का वहां पर प्रभु यहाँ पर न्याय के बारे में बताता है. അതായത് താമ്ര യാഗപീഠം, यानी कि और ये न्याय जो है पित्तल का वेदी को दिखाता है, जो न्याय को दर्शाता है. നമ്മൾ അതിന്റെ 12:32 ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുക എന്ന് ഉദ്ദേശിക്കുന്നത് താൻ ക്രൂശിൽ മരിക്കുന്നതാണ് അവിടെ പറയുന്നത്. तो वहां पर उसका 32 में पढ़ते समय में 12 का
और जब मैं यदि पृथ्वी से मैं ऊंचा मैं चढ़ाया जाऊंगा तब मैं सबको अपने पास खींचूंगा। तो पृथ्वी में से पर से मैं ऊंचा पर चढ़ाया जाऊंगा, यानी कि क्रूस पर चढ़ाने का बात को कहता है। അപ്പോൾ അവിടെ കർത്താവ് പറയുന്നു, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും, എനിക്കുള്ള എല്ലാവരെയും ഞാൻ എങ്കിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അവരെ ചേർത്ത് പിടിച്ച് ന്യായവിധി അനുഭവിക്കും. तो यानी कि जब मैं पृथ्वी पर से इस तरह ऊंचा ऊंचा पर चढ़ाया जाऊंगा, क्रूस पर जब मैं टंगाया जाऊंगा, जो कुछ मेरे लोग हैं वो मेरे सब लोगों को मैं मेरे पास खींचूंगा, यानी कि उस मृत्यु में ये सब लोग मेरे साथ मरेंगे। അപ്പോൾ ഇത് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാര് ഈ കാര്യം വളരെ വ്യക്തമായിട്ട്, ഒരു വിശ്വാസി ദൈവത്തിന്റെ സന്നിധിയിൽ താമ്ര യാഗപീഠത്തിൽ ന്യായം വിധിക്കപ്പെട്ടവനാണെന്ന ബോധ്യമില്ലാതെ വരുന്ന ആരെയും ദൈവം സ്വീകരിക്കത്തില്ല. इसके लिए ये बात का विषय को पूर्ण यहाँ तक कि प्रेरित लोगों भी लोग अच्छी तरह से वो लोग जानते थे और समझे थे, यानी कि जो कोई भी उस पित्तल का वेदी से गुजर कर वो लोग का न्याय नहीं होगा, उस वेदी पित्तल का वेदी में उनका न्याय नहीं हुआ है, तो वो लोग परमेश्वर की उपस्थिति में कभी नहीं आ सकते। നമ്മൾ യോഹന്നാൻ 5:24 വായിക്കുകയാണ്. യോഹന്നാൻ 5:24 में हम पढ़ते हैं 5:24. അവിടെ കർത്താവ് പറയുന്നു, എന്നിൽ, അതായത് അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. और हम उसको वहां पर हम पढ़ते हैं कि वो इस रीति से दंड की आज्ञा से नहीं, परंतु वो मृत्यु से पार होकर जीवन प्रवेश कर चुका है. അത് 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. और वो 3:14 में जो बात लिखा था उसके आधार पर है ये 5:24 लिखा है. മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. താമ്ര സർപ്പത്തെ ഉയർത്തി, അത് യാഗപീഠത്തെയാണ് കാണിക്കുന്നത്. यानी कि जिस रीति से मूसा ने जंगल में सांप का उसको ऊंचा कर दिया था, सर्प को ऊंचा कर दिया था, उसी रीति से अवश्य है कि मनुष्य का पुत्र भी ऊंचे पर चढ़ाया जाए, यानी कि वो पित्तल का वेदी को वहां पर शाऊल मूसा ने चढ़ाया, वहां पर वेदी लगाया था. അപ്പോൾ പഴയ നിയമത്തിലെ പുരോഹിതൻ അവിടെ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ താമ്ര യാഗപീഠത്തിൽ വന്നിട്ട് അവൻ അവിടെ അവന്റെ പാപങ്ങൾക്ക് പരിഹാരമായ മശിഹ വന്ന് മരിക്കുമെന്നുള്ള വിശ്വാസമായിരുന്നതാണ് വരുവാനുള്ള നിഴൽ. നമ്മളിൽ ആ നിഴൽ അത് പൂർത്തിയായി യേശു വന്നിട്ട് എന്നെ, അല്ലെങ്കിൽ വിശ്വാസികളുടെ പാപങ്ങൾ എല്ലാം തന്റെ ശിരസിൽ വഹിച്ച് അവിടെ നമുക്ക് വേണ്ടി ഒരു യാഗമായി തീർന്നു, പാപയാഗമായി തീർന്നു. നമുക്ക് വേണ്ടിയുള്ള എല്ലാ യാഗവും യേശു ക്രിസ്തു നിവർത്തിച്ചു. इसलिए पुराने नियम में जब याजक लोग प्रभु की उपस्थिति में आने है तो सबसे पहला उनको पित्तल का उस वेदी पर आकर बलि चढ़ाना था, तो ही वो लोग आगे बढ़ सकते थे. यही बात हम देखते हैं कि नए नियम में प्रभु की उपस्थिति में हमें प्रवेश कराने के लिए, हमें योग्य ठहराने के लिए प्रभु यीशु मसीह बलि कर हमें भी उस बलि में हमें एक किया और वो जीवन का फाटा उसने खोला और हमारे अंदर वो नया जीवन का अनुभव प्रभु ने रख कर दिया. റോമാലേഖനം 5-ാം അധ്യായം 8-9 വാക്യങ്ങളൊക്കെ വായിക്കുന്നത്, നാം പാപികളായിരുന്നപ്പോൾ തന്നെ, നമ്മള് ദോഷികളായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ തന്റെ പുത്രന്റെ മരണത്തിൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു എന്ന് വായിക്കുന്നു. हम लोग रोमियो का पुस्तक 5वां अध्याय से जब हम पढ़ते समय में, हम देखते समय में वहां पर उसका 8 में और 10 में भी जब पढ़ते समय में, जब हम लोग शत्रु ही थे, जब वो बैरी ही थे, और हम लोग वाक्य 6 में, और जब हम लोग प्रभु के खिलाफ थे, तभी प्रभु सही समय पर आकर हम जैसे अभक्त लोगों के लिए प्रभु मरा. അപ്പോൾ 12-ാം അധ്യായം കാണിക്കുന്നത് എന്താണ്? और फिर യാഗപീഠമാണ്. താമ്ര യാഗപീഠത്തിൽ വിശ്വാസിയുടെ ന്യായവിധി കഴിഞ്ഞു. और फिर 12 अध्याय में हम देखते हैं कि वो क्या दिखाता है, वो पित्तल का वेदी को दिखाता है जहां पर विश्वासियों का न्याय हो चुका है. ഇതിനെയാണ് കർത്താവ് 13-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ കുളിച്ചവനാണ്. കുളിച്ചവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? യേശു ക്രിസ്തു അവന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിച്ചു, അതിനാണ് കുളിച്ചിരിക്കുന്നവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. तो यूहन्ना 12 में जहां पर वो पित्तल का वेदी के बारे में बताने के बाद 13वां अध्याय में ऐसे लोगों को प्रभु कहता है कि तुम लोग अभी धोए हुए व्यक्ति हो, यानी कि जिसने उस वेदी से तांबे का पित्तल का उस वेदी में उन लोगों का न्याय होने की वजह से तुम लोग नहा चुके हो अभी. അപ്പം 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുകയാണ്, കുളിച്ചിരിക്കുന്നവൻ. അതായത് 12-ാം അധ്യായത്തിൽ താമ്ര യാഗപീഠത്തിൽ ക്രിസ്തു മരിച്ചതിന്റെ ആ നിഴലായി പഴയ നിയമത്തിൽ നടന്നത് പൊരുളായി നിവർത്തിച്ച് വിശ്വസിക്കുന്ന വ്യക്തി കുളിച്ചവനാണ്. तो वहां पर इसके लिए वाक्य 10 में प्रभु कहते समय में, जो इस रीति से यीशु ने उसे कहा कि जो नहा चुका है, यानी उसको फिर सिर्फ पैर धोने का जरूरत है, वो तो पहले से ही तुम लोग शुद्ध हो. ये नहाने का अवस्था क्या है? ये वो अवस्था है जो 12वां अध्याय में प्रभु ने जो पित्तल का वेदी का अनुभव दिया है, जिसके अंदर हम लोग का न्याय हो चुका है, वो अवस्था को हम देखते हैं.
12-ാം അധ്യായത്തിലെ കുളിച്ചിരിക്കുന്ന അവസ്ഥയാണ് 13-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത്. കുളിച്ചിരിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ യൂദ കർത്താവിന്റെ മരണത്തെ വിശ്വസിച്ചില്ല. യൂദയ്ക്ക് വേണ്ടിയാണ് മരിക്കുന്നത് എന്ന് അവൻ വിശ്വസിച്ചില്ല. അതിലൊരാൾ മാത്രമാണ് കുളിക്കാത്തത്. ബാക്കി എല്ലാവർക്കും കർത്താവിന്റെ കൃപ ലഭിച്ചു എന്ന് വായിക്കുന്നു. तो इसके लिए वहां पर हम देखते 11 वाक्य में पढ़ते समय में तुम में से परंतु तुम सब में से सब शुद्ध नहीं है करके वहां पर प्रभु देखो 11 वाक्य में कहा है। ये शुद्ध मतलब कौन सा है? ये नहाने का अवस्था है, वो जो 12वां अध्याय में प्रभु हर विश्वासी के लिए जो वहां पर उस न्याय के द्वारा यानी पित्तल का वेदी में न्याय कर क्रूस का अनुभव उठाने का बात चल रहा है। परंतु एक जन के लिए प्रभु वहां पर मरा नहीं, मरने का अवस्था उसको मिला नहीं, उसको लाभ नहीं उठा पा रहा था। वो था यूदास इस्करियोत, क्योंकि वो प्रभु को धोखा देने वाला था। उसको छोड़ बाकी सबके लिए प्रभु उनको शुद्ध किया है। അപ്പൊ ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഓർഡർ അതാണ്. ആദ്യം യാഗപീഠത്തിൽ, താമ്ര യാഗപീഠത്തിൽ അവൻ പൂർണ്ണമായും കുളിച്ചു. इसके लिए हम देखते हैं कि प्रभु ने उस पित्तल का वेदी में क्या किया? प्रभु ने हम सबको धोकर शुद्ध कर दिया, हमको डिला दिया है। അപ്പൊ നിഴൽപ്പാടത്തിൽ താമ്ര യാഗപീഠത്തിൽ നിന്ന് വരുന്ന വ്യക്തിക്ക് ലേവർ അവനെ കഴുകാനുള്ള താമ്ര തൊട്ടിയുണ്ട്. അതാണ് 13-ാം അധ്യായം കാണിക്കുന്നത്. तो इसके लिए वहां पर हम देखते हैं कि जब पुराने नियम में जब वो लोग पित्तल का उस वेदी पे उन लोग का बलिदान करने के बाद तुरंत उन लोग को अंदर थोड़ा अंदर जाकर वहां पर पित्तल का बर्तन रखा रहता है, जहां पर उनको धोना रहता है, हाथ पैर धोना रहता है। वही बात हम लोग जो 12वां अध्याय में प्रभु ने पित्तल का वेदी का न्याय का विषय में बताने के बाद 13वां अध्याय में वहां पर हम देखते समय में उन लोगों को, जिन लोगों का धोकर शुद्ध हो चुका है, उनका सिर्फ पैर धोना ही काफी है। उनको पैर धोना है, जो हम लोग 13 अध्याय में हम देखते हैं। അപ്പം 13-ാം അധ്യായത്തില് അവന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവനൊരു അരയിൽ ഒരു തോർത്തെടുത്ത് ചുറ്റി പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും. അപ്പോൾ ഇതെന്താണ്? പഴയ നിയമത്തിലെ താമ്ര യാഗപീഠം കഴിഞ്ഞു വരുന്നവരുടെ ശുദ്ധീകരണത്തെ കാല് കഴുകുന്ന കാരണമാണ്, ആ കാര്യമാണ് ഇവിടെ കർത്താവ് പറയുന്നത്. वाक्य 5 में 13 का 5 में हम देखते हैं कि तब प्रभु ने बर्तन में पानी लेकर चेलों का पैर धोने के लिए वो कमर में कपड़ा लेकर वो आता है ताकि चेलों का पैर धोने के लिए। तो ये क्या दिखाता है? जो लोग नहाकर शुद्ध होकर आ चुके हैं उन लोगों के लिए अगला सेवा करने का जो जरूरत है वो है पैर धोना। അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഡെയിലി വരുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മുടെ കാലുകൾ കഴുകുന്നില്ല എങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തുള്ള ആ ശുശ്രൂഷ നമുക്ക് മറയപ്പെട്ടിരിക്കുകയാണ്. इसके लिए आज हम लोग भले हम लोग प्रभु की उपस्थिति में उस क्रूस पे हमारा न्याय होकर शुद्धि हम लोग धोकर आने के बाद यदि रोज अगर प्रभु की उपस्थिति में पैर धोने के लिए अगर हम लोग नहीं आ रहे हैं तो क्या होगा? अति पवित्र स्थान में जो सेवा प्रभु ने हमारे रखा है उसका लाभ हमको उठाने को नहीं हो पाएगा। അപ്പൊ കർത്താവ് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് 12-ാം അധ്യായത്തിൽ താമ്രയാഗപീഠം, 13-ാം അധ്യായത്തിൽ ലേബർ എന്ന് പറഞ്ഞാൽ അത് താമ്രത്തൊട്ടി, പിന്നെ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ ധൂപയാഗപീഠം കൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്ത് പോയി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന മഹാപുരോഹിതന്റെ കാര്യമാണ്. इसके लिए इस रीति से 12वां अध्याय में वहां पर पढ़ते समय में जो न्याय का बात वहां पर बताता है, जो पुराने नियम में पित्तल का वेदी को जो दिखाता है, और फिर 13 अध्याय में वहां पर हम देखते हैं कि प्रभु पैर धोने का सेवा करता है। जो हम देखते हैं कि जैसे ही पुराने नियम में उस पित्तल का वेदी में बलि चढ़ाने के बाद तुरंत याजक लोग अंदर थोड़ा आगे चलकर वो लोग पित्तल का बर्तन से वो लोग हाथ पैर धोता है शुद्धिकरण के लिए। तो जो प्रतिदिन हमें हर विश्वासी को वो करना है। ऐसा ये अवस्था हो जाने के बाद 14 से लेकर 17वां वाक्य तक हम पढ़ते समय में अति पवित्र स्थान में जो महायाजक जाकर उस धूप का वेदी में वहां पर धूप चढ़ाकर सुगंध चढ़ाने के बाद अपना लोगों के लिए जो याजकीय सेवा करता है, मध्यस्थी प्रार्थना करता है, वो सेवा का बारे में है 14 से 17 पढ़ते समय में हम देखते हैं। അപ്പൊ നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്ത് വരണമെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ तो इसके लिए इस अति पवित्र स्थान में अगर हमें पहुंचना है तो सबसे पहला हमें एफेसियों का पुस्तक 2 अध्याय അതിന്റെ 18-ാം വാക്യം, उसका 18वां वाक्य में आप पढ़ते हैं। അവൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം എന്ന് പറഞ്ഞാൽ അർത്ഥം ആ താമ്ര യാഗപീഠ മുഖാന്തരവും ലേബറിന്റെ മുഖാന്തരവും അല്ലെങ്കിൽ ആ കഴുകുന്ന തൊട്ടി ദിനംതോറുമുള്ള കഴുകൽ പ്രാപിക്കുകയും ചെയ്താൽ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ, അവിടെ കാരണം ശുദ്ധീകരണം കൂടാതെ നമുക്ക് പരിശുദ്ധാത്മാവിന് സഹായം കിട്ടത്തില്ല. അതിപരിശുദ്ധ സ്ഥലത്ത് വരുമ്പോൾ പുത്രനും ആത്മാവും ഉണ്ട്. तो इसी का हम देखते हैं कि उसी के द्वारा हम दोनों को एक ही आत्मा में पिता की ओर पहुंच है करके यहाँ पर पढ़ते समय में उसी के द्वारा बोलते समय में किसके द्वारा है? वो प्रभु यीशु मसीह के द्वारा। प्रभु यीशु मसीह के द्वारा मतलब उन्होंने क्या किया है वो काम को हमें समझना है। जो 12 अध्याय में जो वहां पर
पित्तल का वेदी का अनुभव जो हर एक विश्वासी को वहां पर उसको नहाकर धुलाकर शुद्ध करके उसको अंदर लेके जाकर फिर उसको उसका शुद्धिकरण के लिए उसका हाथ पैर धोया जाता है ताकि प्रतिदिन वो मन फिराकर वो शुद्ध हो बने रहने के लिए पैर धोने का उसका जो सेवा है, ये सब ऐसा सब रीति से उसके द्वारा अगर हम प्रभु में हम लोग रहते थे तो क्या होता है, एक आत्मा के द्वारा है, क्योंकि हम लोग देखते हैं कि पवित्रता के बिना कोई भी परमेश्वर को देख नहीं सकता। तो वो पवित्र आत्मा है जो हमें मदद करता है, तो उसके लिए हमें पैर धोना बहुत जरूरी है, प्रतिदिन का चाल चलन का बहुत जरूरी है, शुद्धिकरण का जरूरी है। ऐसा कहे हुए लोग ही है पिता की उपस्थिति में पहुंच सकते हैं। നമ്മള് നേരത്തെ കേട്ട തിരുവചനത്തിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞത് ശൗല് ആ ലേവരന്റെ പ്രയോജനം ഉപയോഗിച്ചില്ല. കാരണം അവൻ പാപം ചെയ്തു, പക്ഷെങ്കില് അവനത് കഴുകി തന്നെ തന്നെ ശുദ്ധീകരിക്കാഞ്ഞതുകൊണ്ട് ആത്മാവ് വിട്ടുപോയിട്ട് ദുരാത്മാവ് അവനിൽ വരുന്നു. तो यही बात हमने थोड़ी देर पहले भाई विमल के द्वारा हमने ये बात सुना था। शाऊल राजा के जीवन में यही अनुभव हुआ। शाऊल राजा कौन है? जो एक बार उसने वो वेदिक में उसका अनुभव तो पित्तल का वेदी में उसका अनुभव हो गया है, वो नहा तो लिया है, परंतु प्रतिदिन का शुद्धिकरण के लिए वो उस पित्तल का बर्तन की ओर हाथ पैर धोने के लिए वो नहीं आया। जो हम लोग पुराने नियम में देखते हैं कि प्रतिदिन का शुद्धिकरण के लिए उसको शुद्ध करने का अवस्था उसको जरूरी था, बार बार करना जरूरी था, हाथ पैर धोना जरूरी था। वो अनुभव उसके अंदर नहीं होने की वजह से पवित्र आत्मा उसको छोड़ दिया और दुष्ट आत्मा का कार्य उसके अंदर होने लगा। നമ്മൾ കേട്ടു ശൗല് പാപം ചെയ്തു, അതുപോലെ തന്നെ ദാവീദും പല പാപങ്ങളും ചെയ്തിട്ടുണ്ട്. और हमने ये भी हमने सुना कि शाऊल राजा ने भी पाप किया था और दाऊद राजा ने भी पाप किया था। ദാവീദിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അവന്റെ പാപങ്ങൾ അവൻ കഴുകിക്കളഞ്ഞു, ആ ലേവറിന്റെ പ്രയോജനം അവൻ വരുത്തി. परंतु दाऊद का फर्क, दाऊद और शाऊल में फर्क क्या था? दाऊद हमेशा जब भी वो पाप करता है, कुछ भी अपराध करता है, तो तुरंत वो उस वेदी से आगे चलकर वो वहां पर जो पित्तल का बर्तन रखा है, जहां पर पानी रखा था, वहां पर वो आकर हमेशा अपने आप को वो धोकर शुद्ध करता था। इस रीति से धोकर शुद्ध करने की वजह से वो प्रभु की उपस्थिति में हमेशा आत्मा की उपस्थिति में भरा रहता था। നമ്മള് സങ്കീർത്തനം 51:7 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ദാവീദ് പാപം ചെയ്തതിനു ശേഷം ഞാൻ നിർമ്മലനാകേണ്ട നീ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കണതിനെ കഴുകണമേ. അവന് ദൈവത്തോട് അവൻ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. तो वहां पर देखो वाक्य 7 में, भजन संगीता 51 का 7 में वहां पर हम पढ़ते समय में वहां पर दाऊद इस तरह का प्रार्थना करता है कि जूफा से तू मुझे शुद्ध कर तो मैं पवित्र हो जाऊंगा, मुझे दो और मुझे हिम से भी अधिक श्वेत बना। तो ये था उसको शुद्धिकरण के विषय के लिए वो हमेशा प्रभु की उपस्थिति में आता था, धुल जाता, ताकि प्रभु उसको धोकर शुद्ध कर सके। അപ്പോൾ അവനെ പാപം ചെയ്തപ്പോൾ അത് അവൻ കഴുകാതിരുന്ന സമയത്ത് അവന് ആത്മാവിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു. അതാണ് 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. ദൈവം നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ क्योंकि वो पाप कर बैठा था, പുതുക്കണമേ, നിന്റെ സന്നിധിയിൽ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കരുത്. അപ്പം ആത്മാവ് റെസ്റ്റോർ ആകണമെങ്കിൽ നമ്മളൊരു പാപം ചെയ്യുമ്പോൾ ആത്മാവ് ദുഃഖിതനാണ്. എന്നാൽ നമ്മള് യാഗപീഠത്തിന്റെ അടുക്കൽ നിന്നും നമ്മൾ വന്നിട്ട് നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ്, കാരണം താമ്ര യാഗപീഠം ഒരിക്കലേ ഉള്ളൂ, എന്നാൽ നമുക്ക് കഴുകൽ എന്നും ആവശ്യമാണ്, എപ്പോഴും നിമിഷം തോറും കഴുകൽ പ്രാപിക്കണം. അപ്പൊ ഈ ഓർഡർ തെറ്റിച്ച വിശ്വാസി ശൗലിന്റെ അതേ അവസ്ഥയിലേക്ക് പോവുകയാണ്. तो इसके लिए हम देखते हैं वाक्य 10 और 11 में पढ़ते समय में दाऊद का अवस्था क्या था? हे परमेश्वर, मेरा अंदर तू शुद्ध मन उत्पन्न कर और मेरे भीतर जो स्थिर आत्मा का विषय में तू वापस को उत्पन्न कर। यानी कि आत्मा वो जब पाप का अवस्था में जब वो रहते समय में आत्मा का जो कार्य विश्वासी के अंदर होना चाहिए था, वो आत्मा का कार्य दाऊद के अंदर नहीं हो रहा था। ये अनुभव में जब वो दाऊद आते समय में, इसलिए वो प्रार्थना कर रहा है। 11 में वो कहता है कि मुझे तेरा उपस्थिति से तू मत निकाल, बल्कि पवित्र आत्मा से मुझसे तू अलग ना कर। तो वो इसके लिए वो प्रभु की उपस्थिति में वो बार बार आकर निवेदन करता था, अपने आप को वो धोकर शुद्ध होने का अवस्था के लिए, पैर धोकर शुद्ध होने का अवस्था के लिए वो बार बार प्रभु की उपस्थिति में आता था, ताकि वो पवित्र आत्मा के नियंत्रण में बने रहे। तो ये जो क्रमांक जो प्रभु ने हमको दिया है, ये क्रमांक को अगर हम लोग तोड़कर अगर नहीं आएंगे तो हम लोग को भी अंदर भी इसी अवस्था होगा। ये तो सच है कि एक ही बार के लिए काफी है, पित्तल का वेदी में हमें आकर हमें दिला दिया है, वो एक ही बार होता है, वो तो सच है। परंतु जो आदमी नहाकर हो गया है, उसको बार बार उसको शुद्धिकरण का जरूरत है, ताकि पवित्रता में वो चलने के लिए, इसलिए वो बार बार उसको पवित्र आत्मा का मदद का जरूरत है, ताकि उसका हाथ पैर धोकर परमेश्वर की उपस्थिति में रहे। ये अवस्था में जो नहीं रहेगा, उसको प्रभु का साथ का संगति का अनुभव से वो दूर रहेगा, वो शाऊल राजा का अनुभव में हो जाएगा। അപ്പം 12-ാം അധ്യായത്തിൽ താമ്ര യാഗപീഠം, 13-ാം അധ്യായത്തിൽ താമ്ര തൊട്ടി, 14-ാം അധ്യായത്തിൽ കഴുകൽ പ്രാപിച്ച വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിക്കുകയാണ്. അത് ദൈവത്തോട് അവിടെ അതിന്റെ 14-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം,
तो इस रीति से हम देखते हैं कि 12वां अध्याय में वहां पर जो पित्तल का वेदी है, वहां पर वो वेदी में उसका न्याय होकर वो होने के बाद फिर वो धोने के लिए यानी नहा के हो जाने के बाद फिर उसको हाथ पैर धोना जरूरी है। जो हम देखते हैं 13 अध्याय में वहां पर वो पित्तल का बर्तन रखा है जहां पर पानी का अनुभव है। वहां से वो धुल जाने के बाद वो क्या करता है, पवित्र आत्मा से वो भर जाकर पवित्र आत्मा का कार्य उसके अंदर चलता है करके हम लोग फिर उसके बाद प्रभु है जो उसके अंदर कार्य कर कर उसको चलाता है। वही है हम लोग यूहन्ना का सुसमाचार 14 में हम देखते हैं फिर प्रभु उसके अंदर कार्य करता है, जो 14 का 17-16 में हम पढ़ते हैं। അപ്പോൾ നമുക്ക് ആ ഓർഡറിൽ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ആ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും അപ്പം 14, 15, 16, 17 അധ്യായങ്ങൾ വലിയൊരു പ്രാർത്ഥനയുടെ അധ്യായങ്ങളാണ്, ആത്മാവിലുള്ള പ്രാർത്ഥന। इसीलिए हमें इस रीति का क्रमांक से अगर हम आएंगे कि हमारा पित्तल का वेदी में हमारा न्याय खत्म होकर फिर बार बार उस पित्तल का बर्तन में आकर हम लोग धोकर शुद्धिकरण प्राप्त करके आते समय में ऐसा व्यक्ति आत्मा से भरकर आत्मा का नियंत्रण में रहता है। और फिर जो अगला जरूरत काम क्या है, आत्मा में प्रार्थना करना, आत्मा का प्रार्थना का नियंत्रण में बने रहना, जो हम लोग 14 से यूहन्ना का पुस्तक 14 से लेकर 17वां अध्याय तक पढ़ते समय में इस रीति से एक सच्चा प्रभु का जन किस रीति से आत्मा में प्रार्थना करता है उसका बातें हम देखते हैं। അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഈ ഒരു ഓർഡർ പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ആരും ലംഘിച്ചില്ല. എന്നാൽ ലംഘിച്ചവർക്ക് അതിൻ്റെതായ ഭവിഷ്യത്തുണ്ടായി. നമ്മള് എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. इसलिए पुराने नियम में जो कोई भी जो महायाजक को ये जरूरी था दूसरों के लिए हमेशा मध्यस्थी करना, और जो ये इस तरीके से अगर गलत तरीके से आकर वो रहता था तो उसको प्रभु का श्राप और न्याय उसको मिलता था। हम लोग हम देखते हैं एफिसियों का पुस्तक 6-8 में हम पढ़ते समय में 6:18 6:18 हम पढ़ते हैं, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ, കാരണം നമ്മൾ പുരോഹിതന്മാരാണ്, പൗരോഹിത്യത്തിലേക്ക് നമ്മൾ പോകുന്നു, ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നത് അന്തർമന്ദിരത്തിൽ വന്നിട്ടാണ്. അപ്പോൾ നമ്മള് ആത്മാവിന്റെ സകല പ്രാർത്ഥനയും യാചനയും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. അപ്പം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ഈ ഓർഡർ അല്ലെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി നമ്മളിൽ നിലനിൽക്കയില്ല. അത് നമ്മളിൽ പുതുക്കപ്പെടേണ്ടതും നമുക്ക് നഷ്ടപ്പെടാവുന്നതാണ് ഈ ആത്മാവിന്റെ നിറവ്. तो इसके लिए हम देखते हैं कि हर समय और हर प्रकार से आत्मा में प्रार्थना करें। तो ये अवस्था की ये एक ऐसा अवस्था है, यदि अगर वो सही क्रमांक जो प्रभु ने हमको दिया है उस क्रमांक को तोड़कर अगर हम लोग आए, शारीरिक दशा में अगर बने रहेंगे तो ये तो हमारे अंदर आत्मा का भरने का कार्य नहीं होगा। यदि आत्मा में भरेगी नहीं तो फिर हम लोग आत्मा में प्रार्थना करने नहीं हो पाएगा। പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിലാണെങ്കിലും ദേവാലയത്തിലാണെങ്കിലും വരുന്നതിന്റെ ആകത്തുകയാണ് നമ്മള് യോഹന്നാന്റെ സുവിശേഷം 12 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ. तो पुराने नियम में जो मिलाप वाला तंबू है उसके उपस्थिति में आना है, या पुराने नियम में जो मंदिर जो बनाया था उस मंदिर का अगर कार्य अनुभव होना था, वही सेम अनुभव है जो हम लोग यूहन्ना का पुस्तक उसका 12 अध्याय से लेकर 17 अध्याय तक का अनुभव में आते समय में हम देखते हैं जो आत्मा में आज हमारे अंदर हो रहा है। അപ്പോൾ അതിന് വിപരീതമായിട്ടുള്ള നമ്മുടെ ജീവിതം അത് ശൗല എന്നും ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. तो इसके लिए हमारे जीवन का एक अनुभव से है जो हमें प्रभु में सिखाता है, जिसकी वजह से शाऊल राजा का अनुभव हमेशा हमारे सामने एक सवाल बनकर रहता है, हम उसके समान कभी हो गया क्या नहीं, ये एक सवाल पूछ रहा है हमें। നമ്മളിൽ പാപം ഉണ്ടെങ്കിൽ മാത്രമേ സാത്താന് അല്ലെങ്കിൽ ദുരാത്മാക്കൾക്ക്, നമുക്ക് അനന്യ സഭയുടെയും കാര്യം അറിയാം, അവര് കുളിച്ചവരാണ്, പക്ഷെങ്കിൽ അവര് കഴുകൽ പ്രാപിച്ച് ആത്മാവിന്റെ സഹായം അവർക്ക് ലഭിച്ചില്ല. അവർ ആത്മാവിനോട് യാചം പറഞ്ഞു, അവര് ആത്മാവിനെ ദുഃഖിപ്പിച്ചു. हम देखते हैं कि पाप के वजह से है शैतान हमारे अंदर कब्जा कर सकता है और कार्य कर सकता है। उसके लिए अच्छा उदाहरण है अनन्यास और सफीरा। उनके जीवन में भी हम देखते हैं समय में वो लोग कौन थे, नए हुए लोग हैं, यानी कि नया जन्म तो हो चुका था, परंतु प्रतिदिन उनको धोने का जो जरूरत था, हाथ पैर धोने का जो अवस्था था, वो अनुभव में वो लोग नहीं हो पाया, जिसलिए शैतान ने उनका हृदय कब्जा किया और वहां पर न्याय आ गया। അപ്പോൾ നമ്മള് റോമലേഖനം 6, 7, 8 അധ്യായങ്ങൾ വേറൊരു പതിപ്പിലൂടെ അത് ഈ കാര്യം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. और रोमे का पुस्तक 6, 7, 8 जब पढ़ते समय में प्रभु का ये बातों को अलग तरीके से वहां पर बोला गया है। ആത്മാവിലുള്ള സർവീസ്, അത് പാപജഡത്തിന്റെ ശക്തിയിൽ നിന്നും ഹോളി സ്പിരിറ്റിനാൽ നമുക്ക് സ്വതന്ത്രരായി ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് തന്നെ സ്വതന്ത്രനാക്കിയത് ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്, അന്തർമന്ദിരത്തിൽ വന്ന് ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ.
तो इसके लिए हम देखते हैं कि आत्मा का सेवा वो यही था, हम जो पाप में पुराना मनुष्यत्व में शरीर में हम जैसे फंसे हुए लोगों को उसको छुटकारा देकर प्रभु का आत्मा हमारे अंदर कार्य करके हम लोग प्रभु के लिए एक जीवित और उपयोगी पात्र बन जाए, उसका कार्य हमारे अंदर होने के लिए आत्मा ने हमारा पुराना मनुष्यत्व को खत्म किया है। वो अनुभव है इसके लिए ताकि हम लोग एक अच्छा एक जीवित बलिदान के रूप में प्रभु के लिए उपयोगी हो सके। പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയിൽ നമുക്ക് ഒരുമിച്ച് പ്രവേശനം, അതായത് താമ്രയാഗപീഠത്തിലൂടെ നമ്മൾക്ക് പ്രവേശനം ലഭിച്ചു. പക്ഷെങ്കിൽ ആ കഴുകാനുള്ള തൊട്ടിയുടെ പ്രയോഗം നമ്മൾ പ്രയോഗിക്കുന്നുണ്ടോ? നമുക്ക് നമ്മുടെ സർവീസിനെ ബാധിക്കുന്നതാണ്, ജീവിതത്തെ ബാധിക്കുന്നതാണ്, പ്രതിഫലത്തെ ബാധിക്കുന്നതാണ്, ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിനെ ബാധിക്കുന്നതാണ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, എന്നോട് പറ്റിയിരിക്കണം എങ്കിൽ മാത്രമേ ആത്മാവിന്റെ ഫലം ഉണ്ടാകുകയുള്ളൂ. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്ന വിളിക്കായി സ്തോത്രം, നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രവേശനത്തിനായി സ്തോത്രം. ഈ വരുവാനുള്ള നന്മകൾ ഇതൊക്കെയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. इसीलिए हम लोग को एक बात समझना है कि जो आत्मा का सेवा जो प्रभु ने हमारे लिए जो किया है, उस सेवा के द्वारा हमें प्रभु की उपस्थिति में बना रहना है। वो तो सबसे पहला हम लोग सब लोग एक साथ हम लोग ने प्रवेश किया है। जो प्रभु ने हमारे लिए पित्तल का जो वेदी जो तैयार करके रखा था, उसमें से सब लोग एक बार प्रवेश कर चुके हैं और एक बार में प्रवेश करके हम लोग सदा प्रभु की उपस्थिति में है। परंतु अभी आगे चलकर हमारा चाल चलन का विषय में आते समय में जहां पर हमें उस पित्तल का पानी का जरूरत है जो प्रतिदिन हमें धोकर हमें शुद्ध करे। और वो विश्वासी के विषय में देखा जाए तो व्यक्तिगत रीति से है। जो पित्तल का वेदी था वो सब साथ में हुआ था, परंतु पित्तल का जो बर्तन पे उसको हमें क्या है, हर जन व्यक्तिगत रीति से हमें धोकर शुद्ध होना है। क्योंकि अगर व्यक्तिगत रीति से कार्य करते समय में वो जो धोता है उसको व्यक्तिगत रीति से प्रभु उसको प्रतिफल देगा, प्रभु उसको राज्य देगा, मुकुट देगा। वो सब व्यक्तिगत रीति से कार्य है, आत्मा के नियंत्रण में बने रहने के हिसाब से। इसलिए प्रभु ने इतना बड़ा कार्य हम सबके लिए किया है। ये सब बात को जानकर अपने आप को समर्पण करें। Praise the Lord. Praise the Lord.